ഹലോ വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ജെ സി ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. അപ്പൊ മക്കളെ, നമ്മുടെ എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ എല്ലാ മക്കൾക്കും അറിയാം, നമ്മുടെ മെയിൻ എക്സാം സോഷ്യൽ സയൻസ് ഇതാ കുറഞ്ഞ ദിവസങ്ങൾ കൂടി മാത്രമാണ് നമുക്ക് മുൻപിലുള്ളത്. ഈ ഒരു സമയത്ത് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, നമുക്ക് 8ാം ക്ലാസ്സിൽ പഠിച്ചതുപോലെ ഈസി അല്ല 9ായി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. 9ാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്ക് മാറി വന്നതാണ്. അത്യാവശ്യം നല്ല ടഫ് കടുകട്ടി പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് 9ാം ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് വേണം. ഇത് 8ാം ക്ലാസ്സിലെ പോലെ അല്ല 9ാം ക്ലാസ്സിൽ എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പൊ അവിടെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി സൈലത്തിന്റെ നിഞ്ച ബാച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഈ സ്ക്രീനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. സൈലത്തിന്റെ നിഞ്ച ബാച്ച് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇതുപോലെ തന്നെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പൊ മാക്സിമം എല്ലാ ആൾക്കാരും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യുക. അതൊരു തുടക്കത്തിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാണ്, പ്രധാനമായിട്ടും എക്സാമിന് വരാവുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളാണ് നമ്മൾ ഇത് പറയാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം. അതിനകത്ത് ഞാൻ തെരഞ്ഞെടുത്തിട്ടുള്ളത് പ്രധാനമായിട്ടും മക്കളെ നിങ്ങൾക്കറിയാം, എക്കണോമിക് തോട്ട്സ് അല്ലെങ്കിൽ സമ്പദ്ശാസ്ത്ര ചിന്തകൾ ഉണ്ടല്ലോ, ആ ചാപ്റ്ററിനകത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളും ഉത്തരങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചില ആൾക്കെങ്കിലും ചില ഡൗട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം ടഫ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്, ഈ ഒരു സമ്പദ്ശാസ്ത്ര ചിന്തകൾ അല്ലെങ്കിൽ എക്കണോമിക് തോട്ട്സ്. അതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് തന്നെ ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ചോദ്യം ഇതാണ്: ലിസ്റ്റ് ഔട്ട് ദ ഫണ്ടമെന്റൽ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ എൻ എക്കോണമി. അതായത് സമ്പദ് വ്യവസ്ഥ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ പട്ടികപ്പെടുത്താനാണ് ചോദിച്ചത്. അപ്പൊ മക്കളെ സിമ്പിളാണ്. നമുക്കറിയാം പ്രധാനമായിട്ടും സമ്പദ്ശാസ്ത്രം ഈ സമ്പദ്ഘടന നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ 3 എണ്ണാണുള്ളത്. അതിൽ ഒന്നാമത്തത് നിങ്ങൾക്കറിയാം, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ വൂം ടു പ്രൊഡ്യൂസ് അല്ലേ. 3 എണ്ണാണ്: വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ വൂം ടു പ്രൊഡ്യൂസ് അല്ലേ. ഈ പറയുന്ന എന്താണ് ഉത്പാദിപ്പിക്കേണ്ടത്, അത് എങ്ങനെയാണ് ഉത്പാദിപ്പിക്കേണ്ടത്, അതേപോലെ തന്നെ എന്താണ് ആർക്ക് വേണ്ടിയാണ് ഉത്പാദിപ്പിക്കേണ്ടത്. ഇതാണ് ഇത് പ്രധാനമായിട്ടുള്ള 3 പ്രധാനപ്പെട്ട പോയിന്റ് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോണം: വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ വൂം ടു പ്രൊഡ്യൂസ്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ വൂം ടു പ്രൊഡ്യൂസ്. എന്ത് ഉത്പാദിപ്പിക്കണം, എങ്ങനെ ഉത്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉത്പാദിപ്പിക്കണം. എന്ത് ഉത്പാദിപ്പിക്കണം, എങ്ങനെ ഉത്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉത്പാദിപ്പിക്കണം. ഇത് പഠിച്ചു വെച്ചോളാം. സിമ്പിൾ ആണ് മക്കളെ. ഒരു 3 മാർക്കാണ്. നിർബന്ധമായിട്ട് ഇത് എന്ത് ചെയ്യണം, പഠിക്കണം, കളയാൻ പാടില്ല. ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം പല ആളുകൾക്ക് ഇതേപോലെ നിങ്ങൾ നോക്കിയാൽ ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്ക് പറയപ്പെടുന്ന ഒരു സാധനമാണ് എക്കണോമിക് തിങ്കേഴ്സ്, അതേപോലെ തന്നെ അവരുടെ ഐഡിയാസ് അല്ലെ. പ്രധാനപ്പെട്ട സമ്പദ്ശാസ്ത്ര ചിന്തകരും അവരുടെ പ്രധാനപ്പെട്ട ആശയങ്ങളും എപ്പോഴും പറയുന്നതാണ്. ഒരുപാട് ഭാഗം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്, നിങ്ങൾ ഈ ചാപ്റ്ററിന്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ മതി, ഒരു വലിയൊരു ഭാഗം അവരെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അവരുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, നമുക്ക് ശ്രദ്ധിച്ചോളൂ. ഇതാ: വെസ്റ്റേൺ തിങ്കേഴ്സ്, വെസ്റ്റേൺ എക്കണോമിക് തിങ്കേഴ്സ് ആൻഡ് ദിയർ ഐഡിയാസ് ആൻഡ് തോട്ട്സ് അബൌട്ട് എക്കണോമിക്സ്. പാശ്ചാത്യ സാമ്പത്തിക ശാസ്ത്ര ചിന്തകരും സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ചുള്ള അവരുടെ ചിന്തകളും അല്ലെ, ആശയങ്ങളും ചിന്തകളും. അതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യണം, നമുക്കൊന്ന് നോക്കണം. അത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കാം. പ്രധാനമായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആരൊക്കെയാണ് പാശ്ചാത്യ ചിന്തകരായിട്ടുള്ളത്? ആഡം സ്മിത്ത് ഉണ്ട്, അതുപോലെ കാൾ മാർക്സ് ഉണ്ട്, ആൽഫ്രഡ് മാർഷൽ ഉണ്ട്, ലേണൽ റോബിൻസ് ഉണ്ട്, പോൾ എ സാമുവൽസൺ ഉണ്ട്. ഇത്രയും ആൾക്കാർ കേട്ടോ. ആരൊക്കെയാണ്? ആഡം സ്മിത്ത്, കാൾ മാർക്സ്, ആൽഫ്രഡ് മാർഷൽ, ലേണൽ റോബിൻസ്, ഈ പറയുന്ന പോൾ എ സാമുവൽസൺ. അപ്പൊ ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളും കാര്യങ്ങളും എന്ത് ചെയ്യണം, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, പഠിക്കണം കേട്ടോ. അപ്പൊ അതിനാദ്യം തന്നെ നമുക്ക് നോക്കാവുന്നത് ആഡം സ്മിത്ത് ആണ്. ആഡം സ്മിത്ത് എന്തിനെ കുറിച്ചാണ്? സ്റ്റഡി ഓഫ് വെൽത്ത് ഓഫ് നേഷൻ. ഞാൻ അത് നിങ്ങൾക്ക് ഇത് ചെയ്യാം, സിമ്പിൾ ആക്കി കണക്ട് ആയിട്ട് എന്ത് ചെയ്യാം, പറഞ്ഞുതരാം. ആഡം സ്മിത്ത് ആണെങ്കിൽ വെൽത്ത് ഓഫ് നേഷനെ കുറിച്ച്, അതായത് ഈ പറഞ്ഞ രാജ്യത്തിന്റെ സമ്പത്തിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം പറഞ്ഞത്. സമ്പത്തിനെ കുറിച്ച്. കാൾ മാർക്സ് ആണെങ്കിൽ അദ്ദേഹം ഈ ലേബേഴ്സിനെ കുറിച്ച്, ഇമ്പോർട്ടൻസ് ഓഫ് ലേബേഴ്സ്, തൊഴിലാളികളുടെ പ്രാധാന്യത്തിനെ കുറിച്ചാണ് അദ്ദേഹം ചെയ്യുന്നത് പറഞ്ഞത്. ആൽഫ്രഡ് മാർഷൽ ആണെങ്കിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് മനുഷ്യക്ഷേമത്തിനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. ആൽഫ്രഡ് മാർഷൽ വെൽഫെയർ ഓറിയന്റഡ് എക്കണോമിക് ആക്ടിവിറ്റീസിനാണ് പറയുന്നത്. പിന്നെ ലേണൽ റോബിൻസ് ആണെങ്കിൽ അൺലിമിറ്റഡ് വാണ്ട്സ് ആൻഡ് ലിമിറ്റഡ് റിസോഴ്സസ് ആണ്. ഈ പറയുന്ന അതിലില്ലാത്ത ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതേപോലെ പോൾ എ സാമുവൽസൺ ആണെങ്കിൽ എഫിഷ്യന്റ് എക്കണോമിക് പ്ലാനിങ് ആൻഡ് പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം കേട്ടോ. ഇപ്പൊ നമുക്ക് കാര്യം നോക്കുകയാണെങ്കിൽ ആഡം സ്മിത്ത് ആണെങ്കിൽ മക്കളെ ശ്രദ്ധിക്കുക. ആഡം സ്മിത്ത് ആണെങ്കിൽ സ്മിത്ത് എടുക്കുക. സ്മിത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സാധനമാണ് ഗോൾഡ് സ്മിത്ത്. എല്ലാവർക്കും അറിയാലോ, സ്മിത്ത്, ഗോൾഡ് സ്മിത്ത് എന്നൊക്കെ പറയില്ലേ. സ്വർണ്ണമൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ നമ്മൾ ഗോൾഡ് സ്മിത്ത് എന്ന് പറയില്ലേ. സ്മിത്ത്, ഗോൾഡ് സ്മിത്ത് അല്ലെ, ഈ പറയുന്ന സ്വർണ്ണമൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ. അപ്പൊ നിങ്ങൾ മനസ്സിലേക്ക് ഗോൾഡ് സ്മിത്ത് എന്നുള്ള ഒരു സാധനം വന്നാൽ നിങ്ങൾ നോക്കിയാൽ ഗോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്പത്തല്ലേ. അപ്പൊ നോക്ക് മക്കളെ, സ്റ്റഡി ഓഫ് വെൽത്ത്, സമ്പത്തല്ലേ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാം, അത് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ സ്മിത്ത് അല്ലെങ്കിൽ ഗോൾഡ് അല്ലെങ്കിൽ സമ്പത്ത് എന്നൊക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ എന്ത് ചെയ്യാം, അത് അവിടെ പഠിക്കാൻ പറ്റും. ഓക്കെ, റെഡി. ഇനി അടുത്ത് നോക്കി കേട്ടോ മക്കളെ. അടുത്തത് നമുക്ക് നോക്കുകയാണെങ്കിൽ കാൾ മാർക്സ് ആണ്. നിങ്ങൾ നോക്കിയത് കാൾ മാർക്സ്. മക്കളെ, കാൾ മാർക്സിന്റെ ഒരു പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ ആശയത്തിൽ നിന്നാണ് മാർക്സിസം എന്ന് പറയുന്ന ഐഡിയോളജി വരുന്നത് അല്ലെ. മാർക്സിസം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒക്കെ കേട്ടിട്ടില്ലേ, CPIM എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. മാർക്സിസം. അപ്പൊ ഈ മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ തൊഴിലാളി പാർട്ടിയാന്ന് ഓർത്താൽ മതി. അപ്പൊ എന്താണ്? ലേബേഴ്സിനാണ്. അപ്പൊ എന്താണ്? ഈ പറഞ്ഞ ലേബേഴ്സിനാണ് അവർ പ്രാധാന്യം കൊടുത്തത്. ലേബേഴ്സിലെ തൊഴിലാളികൾക്കാണ്. അപ്പൊ തൊഴിലാളികൾക്കാണ് എന്ത് ചെയ്യുന്നത്, പ്രാധാന്യം കൊടുത്തത്. അപ്പൊ മാർക്സ് പ്രാധാന്യം കൊടുത്ത ആർക്കാണ്? തൊഴിലാളികൾക്കാണ്. അപ്പൊ അവിടെ ഉണ്ട് തൊഴിലാളികൾക്ക് പ്രാധാന്യം കിട്ടി.
ഇനി നോക്കണേ, ആൽഫ്രഡ് മാർഷൽ അല്ലേ, ആൽഫ്രഡ് മാർഷൽ. നിങ്ങൾ ആൽഫ്രഡ് മാർഷൽ എന്നുള്ളത് ഈ മാർഷൽ എന്നുള്ളത് മാഷിമാര് നോക്കുക, മാഷിമാര് നോക്കുക, മക്കളെ മാഷിമാരുണ്ടെങ്കിൽ, ഒരു സ്കൂളിൽ മാഷിമാരുണ്ടെങ്കിൽ ആ മാഷിമാർ ആർക്ക് വേണ്ടിയിട്ടാണ്? കുട്ടികളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടല്ലേ, കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്. ആ സൊസൈറ്റിയുടെ ക്ഷേമത്തിന് അല്ലെങ്കിൽ കുട്ടികളുടെ ക്ഷേമത്തിനാണ് മാഷുമാര്. അപ്പൊ വെൽഫെയർ ഓറിയന്റഡ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആട്ടോ. അപ്പൊ മാഷുമാർ ആർക്ക് വേണ്ടിയിട്ടാണ്? മനുഷ്യ ക്ഷേമത്തിനാണ് എന്നുള്ളത് ഓർത്ത് വെച്ചൂടാ കേട്ടോ, ഓർത്ത് വെച്ചൂടാ. ഇനി അടുത്ത് ലയണൽ റോബിൻസ് ആണ്. അതിൽ ലയണൽ ഇருக்கு, ലയൺ അല്ലെ, ലയൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, സിംഹമാണ്. സിംഹം കാട്ടിലെ രാജാവാണ്. അപ്പൊ രാജാവ് എന്താണ്, ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. അപ്പൊ അവിടെ ഉണ്ട് അൺലിമിറ്റഡ് വാൺസ് ആണ് കണ്ടോ, അൺലിമിറ്റഡ് വാൺസ്. രാജാവിന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ അൺലിമിറ്റഡ് വാൺസ് ആണ്. അൺലിമിറ്റഡ് വാൺസ് അല്ലെങ്കിൽ അതിരില്ലാത്ത, അവിടെ പറയുന്നത് അതിരില്ലാത്ത ആവശ്യങ്ങളുള്ള ആളാണ് ആര്? ഈ പറയുന്ന ലയേൺ എന്നുള്ളത് കണക്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ എന്ത് ചെയ്യാം? അത് കണക്ട് ചെയ്യാം. റെഡി. അങ്ങനെയാണെങ്കിൽ അടുത്തത് സാമുവൽ എ റോബിൻസൺ ആണ് അല്ലെ, പോൾ എ സാമുവൽസൺ അല്ലെ. അതിൽ സൺ എടുക്കുക, സൺ എടുത്തല്ലോ, സൺ എടുക്കുക, സൺ മകൻ. മക്കളെ ഈ സണ്ണ് പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ വീട്ടുകാരൊക്കെ പറഞ്ഞൊക്കെ കേൾക്കും, നല്ല അച്ചടക്കത്തോടുകൂടിയാണ് അവർ വളരും. പക്ഷേ ഈ സണ്ണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും തലവേദനയല്ലേ. അവരെ വളർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല എക്കണോമിക് പ്ലാനിങ് വേണം. പൈസയൊക്കെ നല്ല എന്ത് ചെയ്യും, ഇതുപോലെ തന്നെ ഗേൾസിനെ പോലെ അല്ല ഇവർ അടിച്ച് തമർത്തും. അപ്പൊ നോക്കിയാൽ മതി, ഇവരെ വളർത്തണമെങ്കിൽ നല്ല എക്കണോമിക് പ്ലാനിങ് വേണ്ടേ? ആണ്, എക്കണോമിക് പ്ലാനിങ് വേണം. അപ്പൊ സണ്ണിനെ വളർത്തണമെങ്കിൽ എന്ത് വേണം? നല്ല എക്കണോമിക് പ്ലാനിങ് വേണം. അപ്പൊ ഓർത്ത് വെച്ചോളാ, ഈ പോൾ എ സാമുവൽസൺ എന്താണ് മക്കളെ? പോൾ എ സാമുവൽസൺ മികച്ച സാമ്പത്തിക ആസൂത്രണം വേണം ഇവരെ വളർത്തണമെങ്കിൽ, സണ്ണിനെ വേണമെങ്കിൽ. കണ്ടോ? അപ്പൊ ഈ രീതിയിലേക്ക് പ്രധാനപ്പെട്ട വെസ്റ്റേൺ തിങ്കേഴ്സ്, അതുപോലെ തന്നെ അവരുടെ ആശയങ്ങൾ, പ്രധാനപ്പെട്ട ചിന്തകന്മാരും അവരുടെ ആശയങ്ങളും എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പൊ മാക്സിമം ഇത് മാച്ച് ദ ഫോളോയിങ് ചോദ്യങ്ങളായിട്ടാണ്, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരിക കേട്ടോ. ചേരുമ്പടി ചേർക്കാനൊക്കെയാണ് വരിക. അങ്ങനെ അത് എന്ത് ചെയ്യുക, ഇത് രീതി പഠിച്ചു വെക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ ഒരൊറ്റ ചോദ്യം കൂടി നമുക്ക് എന്ത് ചെയ്യാണ്, ഈ ഭാഗത്ത് നോക്കുകയാണ് കേട്ടോ. അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ഇതുപോലെ പറയുന്നത്. അത് മറ്റൊന്നുമല്ല, ദാദാഭായ് നവറോജി, നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ എക്കണോമിക്സ് ആയിട്ടുള്ള ദാദാഭായ് നവറോജി എക്കണോമിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഷണൽ ലീഡറാണ് ദാദാഭായ് നവറോജി. അപ്പൊ ദാദാഭായ് നവറോജിയുടെ പ്രധാനമായിട്ട് ബന്ധപ്പെട്ട ചോർച്ചാ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പൊ നോക്കാം, അക്കോർഡിംഗ് ടു ദാദാഭായ് നവറോജി, വാട്ട് ആർ ദ റീസൺ ഫോർ ദ ഡ്രെയിൻ ഓഫ് റിസോഴ്സസ് ഇൻ ഇന്ത്യ? ദാദാഭായ് നവറോജിയുടെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ വിഭവങ്ങൾ ചോർന്നു പോകാനുള്ള കാരണങ്ങൾ എന്തായിരുന്നു? അപ്പൊ എല്ലാവർക്കും അറിയാം, ദാദാഭായ് നവറോജിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദാദാഭായ് നവറോജിയുടെ ഫേമസ് ആയിട്ടുള്ള തിയറിയാണ് ഇത് ഡ്രെയിൻ തിയറി എന്നുള്ളത് അറിയാം അല്ലെ. ചോർച്ചാ സിദ്ധാന്തം, ദാദാഭായ് മുന്നോട്ട് വെച്ച സിദ്ധാന്തമാണ് ഇത് ചോർച്ചാ സിദ്ധാന്തം. അപ്പോൾ അദ്ദേഹത്തിന് ഈ ചോർച്ചാ സിദ്ധാന്തത്തിലെ എങ്ങനെയാണ് സമ്പത്ത് ബ്രിട്ടനിൽ നിന്നും ഇതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയത് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കേണ്ടത്. ഒന്നാമത്തത് നിങ്ങൾക്കറിയാം, പ്രധാനമായിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയ ഹൈ സാലറീസ് ആണ്. അതായത് ബ്രിട്ടീഷുകാരുടെ ഉയർന്ന ശമ്പളം അല്ലെ, ഇന്ത്യക്കാരുടെ പൈസ ഉപയോഗിച്ചിട്ടാണ് ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യുന്നത്, സാലറി കൊടുത്തത്. അങ്ങനെ എന്ത് ചെയ്തു, ഒരുപാട് പൈസ കൊണ്ടുപോയി. അതാണ് ഒന്ന്. അപ്പൊ ശമ്പളത്തിലൂടെ കൊണ്ടുപോയി. പിന്നെ അതേപോലെ തന്നെ മക്കളെ ശ്രദ്ധിക്കുക, ഈ പറയുന്ന അവരുടെ സാധനങ്ങളിൽ കൂടിയ വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ എന്ത് ചെയ്തു, വിറ്റയച്ചു. അവരുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, കൂടിയ വിലയ്ക്ക് വിറ്റയച്ചു. അതാണ് ഇത് പിന്നുള്ളത് കേട്ടോ. അവരുടെ ഗുഡ്സുകൾ അവരെന്ത് ചെയ്തു, നല്ല പ്രൈസിന് എന്ത് ചെയ്തു, ഇന്ത്യൻ മാർക്കറ്റിൽ എന്ത് ചെയ്തു, അവർ വിറ്റയച്ചു. അതാണ് രണ്ടാമത്തെ പ്രശ്നം. ഇനി മൂന്നാമത്തെ പ്രശ്നം നിങ്ങൾ നോക്കിയാൽ മതി. പ്രധാനമായിട്ട് ഇവിടുന്ന് എന്ത് ചെയ്തു, അവരുടെ നമ്മുടെ സമ്പത്ത് ഇവർ കൊള്ളയടിച്ചു. അതായത് ഒന്നുമില്ല, കൊള്ളയടിക്കുന്നത്, സമ്പത്ത് കൊള്ളയടിക്കുക. നമ്മുടെ എവിടെയാണ് നമ്മുടെ സമ്പത്തുള്ളത്, അത് പട്ടാപകലാണെങ്കിൽ എന്ത് ചെയ്യുക, കൊള്ളയടിക്കുക. അങ്ങനെ എന്ത് ചെയ്തു, നമ്മുടെ സമ്പത്തുകൾ ഇവര് കൊള്ളയടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മക്കളെ ശ്രദ്ധിക്കുക, നമ്മുടെ കാർഷിക വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് എന്ത് ചെയ്തു, കയറ്റുമതി ചെയ്തു. അങ്ങനെ കുറെ പൈസ എന്ത് ചെയ്തു, അവരുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ പ്രധാനപ്പെട്ടുള്ള ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റുകളും അതുപോലെ തന്നെ ഫാം പ്രൊഡക്റ്റുകളും ഒക്കെ തന്നെ എന്ത് ചെയ്തു, ബ്രിട്ടനിലേക്ക് അവർ എക്സ്പോർട്ട് ചെയ്തു. അങ്ങനെ ഇഷ്ടംപോലെ എന്ത് ചെയ്തു, പൈസ ഉണ്ടാക്കി. അപ്പൊ ഇത്രയുമാണ് ഈ പറയുന്ന ദാദാഭായ് നവറോജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോർച്ചാ സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ തിയറിയിൽ സമ്പത്ത് എങ്ങനെയാണ് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയത് എന്നുള്ളതിന്റെ കാരണങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, എന്റെ കുഞ്ഞുങ്ങൾ ഇത് പഠിച്ചു വെച്ചോണം. അപ്പൊ മക്കളെ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ പ്രധാനപ്പെട്ടുള്ള എക്കണോമിക് തോട്ട്സ് അല്ലെങ്കിൽ സമ്പദ്ശാസ്ത്ര ചിന്തകൾ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യേണ്ടത്, പഠിച്ചു വെക്കേണ്ടത്. അപ്പൊ മക്കൾ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അപ്പൊ മക്കളെ എനിക്ക് പറയാനുള്ളത് കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയാലോ അടുത്ത വർഷം നമ്മൾ 9ാം ക്ലാസ്സിലേക്കാണ് പോകുന്നത്. ഓൾറെഡി ഈ വർഷം ടെക്സ്റ്റ് ബുക്ക് മാറി വന്നതാണ് 9ാം ക്ലാസ്. ഒരുപാട് കണ്ടന്റുകൾ നിങ്ങൾക്ക് ഞാനത് പഠിക്കാനുണ്ട്. മാക്സിമം എല്ലാ ആൾക്കാരും തന്നെ എന്ത് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട്, നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ സൈലത്തിന്റെ നിഞ്ച ബാച്ച് നിങ്ങളെ കാത്തിരിക്കുകയാണ്. സൈലത്തിന്റെ നിഞ്ച ബാച്ച് ഉണ്ട്. യോധയിലുള്ള മക്കളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് യോധയിലെ ക്ലാസ്സുകൾ എന്നൊക്കെ അറിയാം അല്ലേ. നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളാണ്, ഫുള്ള് ലൈവ് ക്ലാസ്സുകളായിരിക്കും ആപ്പിനകത്ത് ഉണ്ടാവുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇവൻ ക്ലാസ് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ കാണാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എക്സാമുകൾ ഉണ്ടാവും, യൂണിറ്റ് ടെസ്റ്റുകൾ നടത്തും. അതേപോലെ തന്നെ പ്രധാനമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ കാര്യങ്ങൾ എല്ലാ ആൾക്കാർക്കും ഉണ്ടാവും. അതേ കൂടെ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ
നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട അവസരം കൂടിയുണ്ട്. അപ്പൊ ഇതൊക്കെ മാക്സിമം എല്ലാ ആൾക്കാരും എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ഉപയോഗിക്കുക. സോ മക്കളെ, എല്ലാ ആൾക്കാർക്കും ഓൾ ദി ബെസ്റ്റ്. എക്സാം അടിച്ചു പൊളിച്ച് ഉഷാറാക്കി എഴുതാം. സോ ബൈ എവരിവൺ. ഇനി നടക്കുന്ന ലൈവിലൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം കേട്ടോ. സോ ബൈ എവരിവൺ, ബൈ.